ഇതൊക്കെ അബൂശാമ അദ്ദേഹത്തിന്റെ ഈ പറയുന്ന അർ-റൗളത്താൻ ഫി അഖ്ബാരി ദൗലത്തൈൻ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളാണ്. ഉബൈദ് എന്ന് പിൽക്കാലത്ത് അറിയപ്പെട്ട ഈ വ്യക്തി മുകളിൽ പറഞ്ഞ ഈ വംശപാരമ്പര്യമാണ് അദ്ദേഹത്തിനുള്ളത്. മാത്രവുമല്ല ഉബൈദ് എന്നതായിരുന്നില്ല അദ്ദേഹത്തിന്റെ പേര്, അതായത് ഉബൈദിയാക്കൾ എന്നും ഈ ആളുകൾ അറിയപ്പെടാറുണ്ട്. അതായത് ഉബൈദിലേക്ക് ചേർത്തുകൊണ്ട് അദ്ദേഹത്തിന്റെ പേര് ഉബൈദ് എന്നായിരുന്നില്ല, സഈദ് എന്നായിരുന്നു. പിന്നീട് അദ്ദേഹം മൊറോക്കോയിലെ പ്രദേശങ്ങളിൽ പ്രവേശിക്കുകയും അവിടെ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്തപ്പോൾ ഉബൈദുള്ള എന്ന ഒരു പേര് സ്വീകരിച്ചു, അള്ളാഹുവിലേക്ക് ചേർത്തിക്കൊണ്ട്. മാത്രവുമല്ല അദ്ദേഹം അലി റളിയല്ലാഹു അൻഹുവിനെ അംഗീകരിക്കുന്ന ഫാത്തിമി വിഭാഗത്തിൽപ്പെട്ട ആളാണ് എന്നും വാദിക്കാൻ തുടങ്ങി. ഈ വാദം ഷിയാക്കളിലെ കടുത്ത വിഭാഗമായ റാഫിലിയാക്കൾ അംഗീകരിക്കുകയും അതുമുതൽ ഈ പറയുന്ന ഖദ്ദാഹ് എന്ന നിരീശ്വരവാദിയുടെ സന്താനമായി ജനിച്ചിട്ടുള്ള ഈ വ്യക്തി തന്റെ പേര് മാറ്റി ഉബൈദുള്ള എന്ന് പറഞ്ഞ് പിന്നീട് ഫാത്തിമിയ എന്ന പേര് സ്വീകരിച്ച് അങ്ങനെ ലോകത്ത് അറിയപ്പെട്ട ആളുകളാണ്. അപ്പോൾ ഈ നബിദിനം കൊണ്ടുവന്നിട്ടുള്ള ലോകത്ത് ആദ്യമായി അത് ആഘോഷിച്ച ഫാത്തിമിയാക്കളുടെ അടിസ്ഥാനം എന്ത് എന്നതാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രവുമല്ല അബൂശാമ രേഖപ്പെടുത്തുന്നു, വക്കാന സിന്ദീഖൻ ഖബീഥൻ അദുവൻ ലിൽ ഇസ്ലാം മുതലാഹിറൻ ബിത്തശയ്യുഅ മുസ്തതിറൻ ബിഹി ഹരീസൻ അലാ ഇസാലത്തിൽ മില്ലത്തിൽ ഇസ്ലാമിയ്യ. ഇദ്ദേഹം നിരീശ്വരവാദിയാണ്, ദുഷിച്ചവനാണ്, ഇസ്ലാമിന്റെ ശത്രുവാണ്, ഷീഈ വിശ്വാസം പ്രകടിപ്പിച്ചവനാണ്, അതിനെ ഒരു മറയായി സ്വീകരിച്ചവനാണ്. യഥാർത്ഥത്തിൽ അവൻ ഷീഈയുമല്ല, നിരീശ്വരവാദിയാണ്. പക്ഷേ ഷിയാക്കളിൽ പെട്ടവനായി